ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് റേഷ്യോ 1.5, liquid ratio 1.25, issued capital in equity shares of rupees 10 each, rupees 60,000, net current assets. Net current assets നമ്മൾ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ net current assets rupees 30,300. Then fixed assets are given as percentage of shareholders equity. ഇപ്പോൾ ഷെയർഹോൾഡേഴ്സ് ഇക്വിറ്റിയുടെ 60% ആണ് ഫിക്സഡ് അസറ്റ്സ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20%. ഇപ്പോൾ വെറുതെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആസ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആണ്, വിച്ച് ഈസ് 20%. ദെൻ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്, 6 times ആണ്. ദെൻ ആവറേജ് ഏജ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റേഴ്സ്. ആവറേജ് ഏജ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റേഴ്സ് ഇസ് അനദർ നെയിം ഫോർ ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ്. അപ്പം അത് മന്ത്സിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് 2 months. ദെൻ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പം ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലിന്റെ 16% ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇപ്പൊ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 60,000 എന്നുള്ളത്. ഈ 60,000ന്റെ 16% ആണ്. 60,000ന്റെ അതായത് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലിന്റെ 16% ആണ് നമുക്ക് എന്ത് വരുന്നത്, നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. ദെൻ കറണ്ട് അസെറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റോക്ക് വരുന്നുണ്ട്, ഡെറ്റേഴ്സ് വരുന്നുണ്ട് ആൻഡ് ബാങ്ക് ബാലൻസ്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ഒന്ന് ബാലൻസ് ഷീറ്റ്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആദ്യം തന്നെ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ 3 ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് കറണ്ട് അസെറ്റ് എത്രയാണ്, പിന്നെ ഒന്ന് കറണ്ട് ലയബിലിറ്റി എത്രയാണ്, പിന്നെ നമുക്ക് സ്റ്റോക്ക് എത്രയാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് എന്നുള്ളതും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അത് നമുക്ക് തന്നിരിക്കുന്നത് 1.75. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് ക്വിക്ക് അസെറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 1.25. ലിക്വിഡ് റേഷ്യോയുടെ ഫോർമുല ക്വിക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ആസ് യൂഷ്വൽ വി ആർ അസ്യൂമിങ് കറണ്ട് ലയബിലിറ്റി ആസ് X. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത ഇൻഫർമേഷൻ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമുക്ക് തന്നിരിക്കുന്നത് നെറ്റ് കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്, വിച്ച് ഈസ് rupees 30,300. അപ്പൊ കറണ്ട് ലയബിലിറ്റി എക്സ് ആണ് എങ്കിൽ current asset divided by current liability is equal to 1.75x divided by x. Working capital formula നമുക്കറിയാം. Working capital is equal to current assets minus current liability. ഇതാണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്, 30,300 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അസെറ്റ്സ് 1.75x ആണ്, മൈനസ് കറണ്ട് ലയബിലിറ്റി എക്സ് ആണ്, വിച്ച് ഈസ് 30,300. അപ്പോൾ 1.75x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കത് 0.75x കിട്ടും. 0.75x is equal to 30,300. Therefore, x is equal to 30,300 divided by 0.75. അങ്ങനെ നമുക്ക് എക്സ് 40,400 എന്ന ഉത്തരം കിട്ടുന്നു. ഈ എക്സ് എന്തായിരുന്നു? എക്സ് വാസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി നമുക്ക് 40,400 കിട്ടി. ഇനി കറണ്ട് അസെറ്റ് ആണ്. കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.75x. ദാറ്റ് ഈസ് 1.75 multiplied by x നമുക്കിപ്പോൾ കിട്ടി 40,400 ആണെന്ന്. 40,400.
1.75 into 40,400 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അസറ്റ്സ് 70,700 rupees കിട്ടും. കറണ്ട് അസറ്റ്സും കിട്ടി, കറണ്ട് ലയബിലിറ്റീസും കിട്ടി. ഇനി നമുക്ക് അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 1.25 ആണ്. Quick ratio is equal to quick asset divided by current liability. അപ്പോൾ നമുക്ക് ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്ക് തന്നിരിക്കുന്നത് 1.25 എന്നാണ്. അപ്പോൾ 1.25 ഡിവൈഡഡ് ബൈ 1. കറണ്ട് ലയബിലിറ്റി നമ്മൾ എക്സ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പം ക്വിക്ക് അസറ്റ് വിൽ ബി 1.25x. That is 1.25 multiplied by x നമുക്ക് വരുന്നത് 40,400 ആണ്. 40,400. അപ്പോൾ 40,400 multiplied by 1.25. 40,400 multiplied by 1.25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50,500 കിട്ടും. Which is the quick asset. ഇനി ക്വിക്ക് അസറ്റും കറണ്ട് അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. Quick asset is equal to current asset minus stock. Therefore, stock is equal to current asset minus quick asset. നമുക്ക് കറണ്ട് അസറ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. കറണ്ട് അസറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 70,700 ആണ്. 70,700 മൈനസ് ക്വിക്ക് അസറ്റ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു 50,500. അപ്പോൾ 70,700 മൈനസ് 50,500 എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നത് 20,200 rupees ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടി, കറണ്ട് ലയബിലിറ്റി കിട്ടി, പിന്നെ സ്റ്റോക്ക് എത്രയാണ് എന്നുള്ളത് കിട്ടി. ഇനി അടുത്തത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് 6 times. 6 times എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമുക്ക് 6 times എന്ന് കിട്ടിയിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ചു 20,200 ആണ് എന്നുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് എന്നുള്ളത് കിട്ടും. Therefore, cost of goods sold is equal to closing stock multiplied by 6. Closing stock is 20,200 multiplied by 6 എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക 1,21,200. 1,21,200 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി അടുത്തത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് 20% ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഇറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പം ഈ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്നുള്ളത് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യും? സെയിൽസ് 100 ആയിട്ട് അസ്യൂം ചെയ്യും. സെയിൽസ് 100 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 20. ദെർഫോർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു 8. അതായത് സെയിൽസ് ഇസ് ഈക്വൽ ടു ഗ്രോസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പം സെയിൽസ് 100 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80 പ്ലസ് പ്രോഫിറ്റ് 20. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതിനെ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആക്കണം. Therefore,
sales is equal to cost of goods sold into sales in the percentage 100 divided by cost of goods sold in the proportion 80. Cost of goods sold നമുക്കറിയാം 1,21,200 ആണ്. Therefore, sales is equal to 1,21,200 into 100 divided by 80. അപ്പോൾ നമുക്ക് sales എത്ര കിട്ടും? Sales will come about 1,51,500. ഇപ്പോൾ sales എത്രയാണ് എന്നുള്ളത് കിട്ടി. ഇനി അടുത്ത ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് ആണ്. ഡെറ്റേഴ്സ് collection period, which is given as 2 months. Debtors collection period in the formula monthsലാണ് നമുക്ക് തന്നിരിക്കുന്നത്. So 12 divided by debtors turnover ratio ആണ് വരിക. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും debtors divided by credit sales into 12. നമ്മൾ നേരത്തെ ഫോർമുലയിൽ സെയിൽസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു സെയിൽസ് എല്ലാ സെയിൽസും ക്രെഡിറ്റ് സെയിൽസ് ആണെന്ന് അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡെറ്റേഴ്സ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് സെയിൽസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ സെയിൽസ് is 1,51,500 into 12 is 2 months എന്ന് കിട്ടും. Therefore, debtors is equal to 2 into 1,51,500 divided by 12. നമുക്കത് ഡെറ്റേഴ്സ് കിട്ടുക 25,250 എന്ന് ഉത്തരം കിട്ടും. ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റോക്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് ബാങ്ക് ബാലൻസ്. കറണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റോക്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് ബാങ്ക് ബാലൻസ്. അപ്പൊ ഇതിൽ സ്റ്റോക്കും ഡെറ്റേഴ്സും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബാങ്ക് ബാലൻസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. Therefore, bank balance is equal to current asset minus stock minus debtors. So current assets നമ്മൾ കണ്ടുപിടിച്ചത് 70,700 ആണ്. 70,700 minus stock is 20,200 minus debtors is 25,250. Therefore, bank balance will be 25,250. ഇനി അടുത്ത നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ആസ് percentage of issued capital. It comes to 16%. Issued capital നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Issued capital is rupees 60,000. Therefore, net profit is equal to 60,000 ന്റെ 16%. 60,000 ന്റെ 16% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9,600. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളതും കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സ് ഇസ് ഗിവൺ ആസ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഫിക്സഡ് അസറ്റ് as percentage of shareholders equity is equal to 60%.
അപ്പോൾ ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഫോർമുലയിൽ പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി plus current liability is equal to fixed asset plus current asset. Therefore, shareholders equity minus fixed asset is equal to current asset minus current liability. ഈ current asset minus current liability ആണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് തന്നിരിക്കുന്നത്, വിച്ച് ഈസ് 30,300. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇസ് 100. Okay, assume $100. Therefore, fixed asset is equal to 60x. നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 100x minus 60x is equal to current asset minus current liability 30,300. അപ്പോൾ നമുക്ക് 40x is equal to 30,300 കിട്ടും. Therefore, x is equal to 30,300 divided by 40, which will come to 757.5. നമുക്ക് ഇനി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി is equal to 757.5 multiplied by 100, which comes to 75,750. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് ഇത് 100 ഇൻറ്റു എക്സ് ആണ് കേട്ടോ. എക്സ് 757.5 ആണ്. അപ്പൊ 100 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 757.x കണ്ടോ. ഇവിടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി 100x എന്ന് പറഞ്ഞിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് 757.5. അപ്പൊ 100x എന്ന് പറയുമ്പോൾ 757.5 ഇൻറ്റു 100. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് 60x ആണ്. 60x ആണ്. അതായത് 60 ഇൻറ്റു 757.5, which comes to 45,450. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇൻ ഇക്വിറ്റി ഷെയർസ് അല്ല. ഈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇതിൽ ഷെയർ ക്യാപിറ്റൽ ആണ് 60,000 rupees നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. പക്ഷെ റിസർവ്സ് ആൻഡ് സർപ്ലസ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് സംശയം തോന്നാം, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി 60,000 തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഫിക്സഡ് അസറ്റ് ഈ 60,000ന്റെ 60% കണ്ടാൽ പോരെ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇക്വിറ്റി ഷെയർ, ഇക്വിറ്റി ഷെയറിന്റെ കൂടെ എന്തും കൂടെ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടെ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എത്രയാണ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എത്രയാണെന്നുള്ളത് കിട്ടി. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി വി ഗോട്ട് ഇറ്റ് ആസ് 75,750
ഇക്വിറ്റി ക്യാപിറ്റൽ നമുക്ക് 60,000 ആണ് എന്നുള്ള ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. പ്ലസ് reserves and surplus. Therefore, reserves and surplus is equal to 75,750 minus 60,000 കിട്ടും. ഇപ്പോൾ 75,750 മൈനസ് 60,000 ചെയ്യുമ്പോൾ നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ് നമുക്ക് 15,750 റുപ്പീസ് കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഐറ്റംസ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ വി ക്യാൻ ഫസ്റ്റ് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. Statement of profit or loss. രണ്ട് കോളം, എമൗണ്ട് കോളം, പർട്ടിക്കുലേഴ്സും. ആദ്യം നമുക്ക് ഐറ്റം വരുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ വിച്ച് ഈസ് സെയിൽസ്. $1,51,500. രണ്ടാമത്തത് അതർ ഇൻകം. അതർ ഇൻകം ഒന്നുമില്ല. മൂന്നാമത്തത് ടോട്ടൽ. ടോട്ടൽ എത്ര തന്നെ വരിക? 1,51,500 തന്നെയാണ് വരിക. നാലാമത്തത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1,21,200. എക്സ്പെൻസസിൽ വരുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസ് ഒരു ബാലൻസിങ് ഫിഗർ ആണ്. ലാസ്റ്റ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എത്രയാണെന്നുള്ളത് അറിയാം. നെറ്റ് പ്രോഫിറ്റ് ഇസ് 9,600. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റും അറിയാം, അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അറിയാം, ടോട്ടൽ സെയിൽസ് എത്രയാണ് എന്നുള്ളതും അറിയാം. അപ്പം ടോട്ടൽ സെയിൽസിൽ നിന്നും നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും നെറ്റ് പ്രോഫിറ്റും ലെസ് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് വരുന്നത് 20,700 ആണ്. ഇവിടെ നമ്മൾ ടോട്ടൽ എക്സ്പെൻസസ് ആണ് ആഡ് ചെയ്യുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് അതർ എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1,21,200. അതർ എക്സ്പെൻസസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ബാലൻസിങ് ഫിഗർ 20,700. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,41,960 റുപ്പീസ് കിട്ടും. സോറി, 900 റുപ്പീസ് കിട്ടും. അപ്പം സെയിൽസ് 1,51,500 സെയിൽസ് മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് 1,41,900. അപ്പൊ നമുക്ക് ബാക്കി നെറ്റ് പ്രോഫിറ്റ് 9,600 റുപ്പീസ് കിട്ടും. അപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ആസ് യൂഷ്വൽ ഫസ്റ്റ് ഇസ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൽ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 60,000 റുപ്പീസ്. പിന്നെ വരുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 15,750. അടുത്ത ഐറ്റം വരുന്നത് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് ഒന്നും നമുക്കില്ല, എന്നാലും വെറുതെ നമ്മൾ ഐറ്റം എഴുതുകയാണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് ഇല്ല. നെക്സ്റ്റ് ഈസ് കറണ്ട്
കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 40,400. അപ്പൊ ഈ 3 ഐറ്റത്തോട് കൂടിയിട്ട് ലയബിലിറ്റി സൈഡ് കംപ്ലീറ്റ് ആയി. ലയബിലിറ്റി സൈഡിൽ ടോട്ടൽ നമുക്ക് 1,16,150 rupees ആണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ ആദ്യം ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് ഇസ് 45,450. അടുത്തത് കറണ്ട് അസറ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കറണ്ട് അസറ്റ്സിൽ 3 ഐറ്റം ആണുള്ളത്. ഒന്ന് സ്റ്റോക്ക്, പിന്നൊന്ന് ഡെറ്റേഴ്സ്, പിന്നൊന്ന് ബാങ്ക് ബാലൻസ്. ഇത് മൂന്നും എത്രയാണ് എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് വരുന്നത് 20,200. അടുത്തത് ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് വരുന്നത് 25,250. അടുത്ത വരുന്നത് ബാങ്ക് ബാലൻസ് ആണ്. അതും 25,250. അത് നമ്മുടെ അസറ്റ് സൈഡിന്റെ ടോട്ടൽ നമ്മൾ എടുക്കുന്നു. അസറ്റ് സൈഡിന്റെ ടോട്ടൽ 1,16,150 rupees. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്.